ഹായ് മക്കളെ, നാളെ ജൂൺ 1 നിങ്ങളെപ്പോലെ തന്നെ ഏകദേശം 4 ലക്ഷത്തിലേറെ കുട്ടികൾ നാളെ പുതിയൊരു അക്കാഡമിക് ഇയറിൻ്റെ ഭാഗമായിട്ട് വീണ്ടും +2ലേക്ക് നിങ്ങളുടെ സ്കൂളിലേക്ക് തിരിച്ചു പോവുകയാണ്. നിങ്ങളുടെ ഭൂരിഭാഗം ആൾക്കാർക്ക് എന്തായിരിക്കും, ഇത് എന്നത്തെയും പോലെ തന്നെ ഒരു സാധാരണ അക്കാഡമിക് ഇയർ ആയിരിക്കും അല്ലേ, അടുത്തൊരു വർഷം. അതായത് +1 എന്തൊക്കെയാണോ നമ്മൾ ചെയ്തത് അതിൻ്റെ അതേ റിപ്പീറ്റേഷൻ, ഒരുപാട് ആഘോഷങ്ങൾ, ഒരുപാട് എൻജോയ്മെൻറ്റുകൾ, ഇടയ്ക്ക് കുറച്ച് കളിയാക്കലുകൾ, കുറച്ച് ഊക്കലുകൾ, പരീക്ഷയുടെ സമയത്ത് എന്തൊക്കെയൊക്കെ പഠിച്ചെന്ന് കാട്ടിക്കൂട്ടുന്നു. അതേപോലെ തന്നെ +1 പോലെ തന്നെ ഒരു അക്കാഡമിക് ഇയർ ആയിരിക്കില്ല ഭൂരിഭാഗം ആൾക്കാർക്കും. പക്ഷേ അതിൽ കുറച്ച് പേർക്ക് അങ്ങനെ ആയിരിക്കില്ല. അതായത് ഈ 4 ലക്ഷത്തിലെ കുറച്ച് പേരെന്ന് പറയുമ്പം ഒരു മാക്സിമം ഒരു 1% ആൾക്കാർ, അതായത് 4000 കുട്ടികൾക്ക് നാളെ എന്ന് പറയുന്നത് ഒരു പക്ഷേ ദ ബിഗിനിങ് ഓഫ് സംതിങ് ബിഗ് ആയിരിക്കും. അതായത് കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ കൃത്യം 10 മാസം കഴിയുമ്പോൾ അവരൊരു കാലത്ത് ഒരിക്കലും നേടാൻ പറ്റൂല എന്ന് കരുതിയ ടോപ്പ് കോളേജസ്, കുറേ കുട്ടികൾ എന്തായിരിക്കും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലായിരിക്കും, കുറേ കുട്ടികൾ NITകളിലും IITകളിലായിരിക്കും. ചില ആൾക്കാരൊക്കെ CA ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നേടുന്നു. വേറെ കുറേ ആൾക്കാർ ഇന്ത്യയിലെ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും. അവരൊക്കെ എന്തായിരിക്കും ആ ഒരു റിസൾട്ടും വാങ്ങിയിട്ട് ഇത് എന്നെക്കൊണ്ട് പറ്റുമെന്ന് സന്തോഷിച്ച് തുള്ളിച്ചാടുന്ന ഒരു 4000 കുട്ടികൾ ഉറപ്പായിട്ടുണ്ടാവും. അവർ ആ ഒരു അഡ്മിഷൻ്റെ ന്യൂസ് ഉമ്മാനൊക്കെ വിളിച്ചറിയിക്കും, ഉമ്മ പണ്ട് ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി ഉമ്മ എന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് നിങ്ങളുടെ പാരൻസ് എന്ത് ചെയ്യും, പൊട്ടിക്കരയുന്ന ഒരു നിമിഷം ഉണ്ടാവും കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ. ദ ഓൺലി ക്വസ്റ്റ്യൻ ഈസ് നിങ്ങൾക്കിതിൽ ഏതിലാവണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു 1%-ൽ 4000 കുട്ടികളിൽ നിങ്ങൾക്ക് ആവണമെങ്കിൽ ആ ഒരു തീരുമാനമെടുക്കൽ മാത്രമാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ 4000 എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിലെ ആ പഠിക്കുന്ന എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വിളിച്ചു പറയുന്ന ആ കുട്ടിയുടെ മുഖമൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം അനുഭവത്തിൻ്റെയും കഴിഞ്ഞ 6 വർഷമായിട്ട് +1ലെയും +2ലെയും കുട്ടികളെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നേരിട്ടും അല്ലാതെ ഓൺലൈനായിട്ടൊക്കെ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങളെ +1 എന്തുമായിക്കോട്ടെ, നാളെ ഒരു ദിവസം മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ 4000 ഏറ്റവും മുന്നിൽ വരാൻ പോകുന്നത് നിങ്ങളായിരിക്കും. കാരണം ടോപ്പിലെത്തുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻ്റലിജൻസ് അല്ല, മറിച്ച് മറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ചോദിക്കാനില്ലാത്ത സമയത്ത് നിങ്ങൾ ചെയ്യുന്ന, ആരും കാണാനില്ലാത്ത സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസാണ് അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളെ സക്സസ്ഫുൾ ആക്കാൻ പോകുന്നത്. അതായത് ഒരാളും അടുത്ത ഒരുപാട് കാലത്തേക്ക് നിങ്ങളെ പഠിക്കാൻ നിർബന്ധിക്കില്ല. ആ പഠിക്കാൻ നിർബന്ധിക്കാത്ത സമയത്തും ആരൊക്കെയാണോ പഠിക്കുന്നത്, ആരൊക്കെയാണോ പുസ്തകം തുറന്നു വെക്കുന്നത്, ആരൊക്കെയാണോ സോഷ്യൽ മീഡിയ ഒഴിവാക്കുന്ന ആ ഒരു കുറച്ച് സമയം, അവരായിരിക്കും അവസാനം ഞാൻ പറഞ്ഞ 4000ലേക്ക് എത്താൻ പറ്റുക. മക്കളെ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നാളെ മുതൽ 15 മണിക്കൂർ പഠിക്കണമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഇനി ഉറക്കമൊഴിയാതെ അല്ലെങ്കിൽ ഫുൾ ടൈം സോഷ്യൽ മീഡിയ ഒഴിവാക്കണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ആകെ ഇന്നൊരൊറ്റ കാര്യം മാത്രമേ നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ 24 മണിക്കൂറിലെ 2 മണിക്കൂർ ഏതാണെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം. ആ 2 മണിക്കൂർ രാത്രി 7 മണി മുതൽ 9 മണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ 8 മണി മുതൽ 10 മണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാവിലെ 5 മുതൽ 7 ആയിക്കോട്ടെ, ഏത് സമയമാണെങ്കിലും ആ 2 മണിക്കൂർ ഞാൻ പഠിക്കുമെന്ന് മാത്രം തീരുമാനിക്കുക. നാളെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പുതുതായിട്ടൊന്നും പഠിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ 2 മണിക്കൂർ ഒരു കാരണവശാലും നിങ്ങൾ ഫോണിൽ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യാൻ പാടില്ല. ആ ഒരൊറ്റ കാര്യമേ ഇന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു വർഷം കഴിയുമ്പോൾ മാത്രമല്ല 5, 10, 15 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 30, 35 വർഷമൊക്കെ 30, 35 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങളിപ്പോൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതമില്ലേ, അത് ഏത് വീട്, ഏത് കാറ്, ഏത് ഫോൺ ഉപയോഗിക്കണം എന്നടക്കം നിങ്ങളൊരു പക്ഷേ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ആ 35 വയസ്സുള്ള നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ 2026 മെയ് 31 നിങ്ങളെടുത്ത തീരുമാനത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങളോട് താങ്ക്സ് പറയും, മോനെ പൊളിയെ നീ അന്ന് ആ ഡിസിഷൻ എടുത്തതാണ് ഇന്ന് നമ്മൾ ഈ നിലയിലെത്തിയതെന്ന് അവർ 35 വയസ്സുള്ള നിങ്ങളോട് താങ്ക്സ് പറയുന്ന ഒരു ദിവസത്തേക്കുള്ള തുടക്കമാണത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, നാളെ ദ ബിഗ്ഗസ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ബിഗിനിങ് ഓഫ് സംതിങ് ബിഗ് ആവാൻ പോകുന്ന ആ ഒരു 4000 കുട്ടികളിൽ നിങ്ങൾ പെടണമെന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു കാര്യം കമൻറ്റ് ചെയ്യുക, ദിസ് ഇയർ വിൽ ബി മൈൻ.
ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് സയൻസിലെയും കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും കുട്ടികൾക്കായിട്ട് ഒരു 1% ക്ലബ് വാട്സപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വേണം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഇതേപോലെ മോട്ടിവേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് സംതിങ് ബിഗ്.